തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ. എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിഞ്ചപ്പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ. കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്. അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ? ഇവിടുന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. അയാളുടെ ജന്മദിനം. എന്റെ തകിൽവായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ? അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറുടെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിലെങ്ങാനും വെച്ച് കുത്തുവെന്നാ എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരം അറിയും. പി കേറ്റയുടെ ലോറി ഞാൻ കയറ്റും. ആ കൗണ്ടറുടെ പാഴ്സലർക്ക് பவிழத்தின் அச்சனை வந்த பாசல டோர் டெலிவரி. எங்க தலைவருக்குன்னு ஒரு பேர் இருக்கு, அத சொல்லி கூப்பிடுறா. ஏய் மலையாளத்தா, ഇതൊന്ന് ഒപ്പിട്ട് മേടിച്ചോ. சரிங்க, ഇതെല്ലാം ഉള്ള കൊണ്ടുപോയി വെക്ക சொல்லு. അതിന് സ്പെഷ്യൽ ഹോം ഡെലിവറി ചാർജ് വേണം. തൽക്കാലം വെളിയെ നിൽക്കാനുള്ള ആശയം മാത്രം. ഉള്ള വന്നുള്ള ബിസിനസ് വേണ്ട. തടി കേടാക്കാൻ ആഗ്രഹമില്ല സ്വാമി. அடிமுண்டா வரவங்கிட்ட எல்லாம் ஏமா வரவங்கிட்ட எல்லாம் இந்த ஆளு ஏன் இப்படி சண்டை போடுறாரு? அப்பா பர்த்டே அன்னைக்கு அவரு பாடினதை நீ தானே கைத்தட்டி ரசிச்ச. உள்ள கூட்டிட்டு வந்து உட்கார வச்சிருக்கலாம்ல. உங்க அப்பாவுக்கு அதெல்லாம் பிடிக்காதுமா. ஆமா, எதுக்கு எடுத்தாலும் அப்பா அப்பான்னு பயமுறுத்தியே என் வாயை அடைச்சிடு. என்ன இப்படி பேசுற? എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. தமிழ் நீ நல்லாவே பேசுற. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? இதெல்லாம் என்ற கவுண்டரோடதுங்க. ഇയാളത് എങ്ങോട്ടാ പോകുന്നു? എടോ, താനെന്തിനാ இந்த பக்கம் திருப்பிയത്? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? அப்படிலாம் செய்ய மாட்டேனுங்க, ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ.
എടോ അണ്ണാച്ചി, താനിത് എന്തു சின்னம்மாதான் கையோட கூட்டி வர சொன்னாங்க. இதுக்கு ஒண்ணு கூலி வேணாமுங்க. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോള് തന്നെ തല്ലാറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும். ஆபீஸ்க்கு வரலான்னா அப்பா கொன்னுடுவாரு. அதான் செல்லையா கிட்ட മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ വല്ല പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. പീക്കേറ്റിലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിനും കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റയിടി ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ. வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசுனது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளு நிறுத்தினா தானே. എന്താടോ? പാഴ്സലുங்க. അത് മേശപ്പുറത്താണോ കൊണ്ടുവയ്ക്കുന്നത്? അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ്. ஏயா பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுதக்கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா. ഇതെന്താ ഹരി, ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ? വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ? നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன். முகத்தை உம்முன்னு வச்சுக்காம இந்த நெக்லஸ் போட்டுக்கோ. ஏமா அழற? பொண்ணு பார்க்க வந்தவங்க உங்க அப்பா மாதிரி ரவுடிங்க இல்ல, நல்லவங்க தான். சொன்னா கேளுமா. பாம்மா, எனக்கு இந்த கல்யாணம் வேண்டாம். முடியாதுன்னா முடியாது. அந்தஸ்துல கொஞ்சம் முன்ன பின்ன இருந்தாலும் கவுண்டம் குடும்பத்துல சொந்த விட்டு போயிடக்கூடாதுன்னு தான் என் பொண்ணை உங்களுக்கு கொடுக்க நான் சம்மதிச்சேன். சரிதாங்க, எங்களுக்கும் சந்தோஷமா தாங்க இருக்கு.
ஆமா, மாப்பிள்ளை என்ன படிச்சிருக்காரு? 5ஆம் கிளாஸுங்க. அது போதும், அது போதும். என்னங்க கொஞ்சம் வாங்கல. ஒரு நிமிஷம். என்ன? அவளை கட்டாயப்படுத்தினா வந்தவங்க முன்னால நமக்கு தாங்க அவமானம். என்ன சொன்னாலும் கேட்க மாட்டேங்கிறா. இந்த கல்யாணமே வேண்டான்னு அடம் பிடிக்கிறா. வேண்டாங்கிறா, அவ்வளவுதானே? அவளை கொஞ்சம் வந்துட்டு போ சொல்லு. அவ வரமாட்டாங்க. இனிமே அவ யாரையும் பார்க்க மாட்டாளா? இதுவரைக்கும் எத்தனையோ பேர் உன்னை பொண்ணு பார்க்க வந்திருக்கிறாங்க. அப்பெல்லாம் புடிவாதம் பிடிக்காத நீ இப்ப ஏன் இப்படி பண்ற? என்ன இருந்தாலும் வந்து இருக்கிறவங்க கொஞ்சம் பெரியவங்க. கண்ணை மூடிக்கிட்டாவது கீழே வந்து நில்லு. வேணாம், இந்த உறவை நானே முறிச்சிடுறேன். ஏண்டா குழப்ப தேடி வந்த நாயினி, உனக்கு காதல் பண்ண என் பொண்ணுதான் கிடைச்சாடா? அவளை என் உயிரிடா. அத பிரிக்க நினைச்ச உன்னை அழிச்சிடுறேன். அடுத்த வெள்ளிக்கிழமை உன்னை பொண்ணு பாக்குறதுக்கு வேற ஒருத்தர் நம்ம வீட்டுக்கு வராங்க. அவங்க எவ்வளவு வரதட்சணை கேட்டாலும் நான் கொடுப்பேன். புரியுதா? இந்த ஊர் வழக்குக்கு நான் சொல்றதான் தீர்ப்பு. இது நம்ம குடும்ப வழக்கு. இதுக்கும் நான் சொல்றதான் தீர்ப்பா இருக்கணும். நான் ஒரு வார்த்தை சொன்னா அவனை தெருநாய் மாதிரி அடிச்சு எரிச்சு சாம்பலாக்கி ஆத்துல கரைச்சிருவாங்க. தெரிஞ்சுக்க. என்னங்க ഞാനാ ചെന്താമര. ഇത് രാത്രിയാണ് മോളെ, താമര പറിക്കുന്ന സമയമല്ല. അറിയാം. ഒരു കാര്യം പറയാനുണ്ട്. അതിരാവിലെ പവിഴം തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു. നിങ്ങളെ അവക്ക് കാണണമെന്ന് പറഞ്ഞു. പോവാതിരിക്കരുത്. നിങ്ങളെ അവിടെ എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ പാത്തിട്ടാ ഈ പിന്നാലെ വന്നിട്ട് നീ എന്തിനാണ് പവിഴ ഈ കുഴപ്പത്തിനൊക്കെ നിൽക്കുന്നത്? കൊല്ലെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ കൊല്ലും. വെറുതെ എന്തിനാ നമ്മൾ രണ്ടുപേരും ചാവാൻ നിൽക്കുന്നത്? ഈ പൊള്ളാച്ചി വീണങ്ങാനും ഞാൻ ചത്തു എന്ന് പറഞ്ഞ അവന്റെ വീട്ടുകാർക്ക് ഒരു നാണക്കേടല്ലേ പവിഴം? അയ്യോ ഉങ്ക ഭാഷ എനിക്ക് കേട്ടുതാൻ പഴക്കം, പേசி പഴക്കം ഇല്ലയേ. നമുക്കേ പിന്നെ സംസാരിക്കാം. പവിഴം നീ ഇപ്പൊ വീട്ടിക്ക് പോ. മുടിയാത്. இப்படி ஒரு சந்தர்ப்பம் இனிமே நமக்கு கிடைக்காது. என் கல்யாண பேச்செல்லாம் தடுத்து நிறுத்தினது இந்த மாரிமுத்து தான். அவன் என்ன விரும்பி தொலைக்கிறான். நான் உங்களை விரும்புறது அவனுக்கு தெரிஞ்சு போயிடுச்சு. எந்த நிமிஷத்துல உங்களை கொல்றதுக்கு அவன் தயாரா இருக்கான்.
கதிதாங்க. ஒண்ணு நீங்க, இன்னொன்னு தெய்வம். தெய்வம் என்ன ஏத்துக்கிறதுக்கு தயாரா இருக்கு. அதுக்கு முன்னால உங்ககிட்ட ஒரு வார்த்தை கேட்கணும். நான் உங்களை விரும்புறேன். என்ன காப்பாத்துங்க. காப்பாத்துவீங்களா? நான் ஒரு தமிழ் பொண்ணு. எங்களுக்கு நம்பிக்கை தான் முக்கியம். நான் உங்களை நம்புறேன். என்ன நீங்க காப்பாத்துவீங்களா? സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? நான் முடியாதுன்னு சொன்னா நீ എന്ത് ചെയ്യും? கடவுள் இந்த மனசுக்குள்ள இருக்காருங்க. என் உடலை விட்டுட்டு உயிரை நான் கடவுள்கிட்ட கொடுத்துருவேன். அடுத்த ஜென்மம் இருக்கே, அப்போது நான் உங்களோட வாழ மாட்டேனா? காப்பாத்துங்க. அவர் ஏன் இன்னும் வரல? சொன்ன நேரம் போயிடுச்சு. முருகா, அவர் என்ன மறந்துட்டாரா? സത്യത്തില് നിന്റെ ധൈര്യം എന്നെ അതിശയപ്പെടുത്തുക. കുറച്ചേരം കാത്തു നിന്നിട്ട് നീ തിരിച്ചു പോകുന്ന ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം. അല്ല പൗഴം, കൊഞ്ച നേരം കാത്തു നിന്നിട്ട് നീ തിരുമ്പി പോവേന്നതാ ഞാൻ കരുതിയത്. എന്നെ തേടി വരാൻ മാത്രം നീ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ 3:30 മണിക്ക് രാമേശ്വരത്തേക്ക് ഒരു ബസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? തൽക്കാലം അതിന് പോവാം. രാമേശ്വരത്തിന് അപ്പുറം പിന്നെ കടല. പിന്നെ 2 വഴിയുള്ളൂ. ഒന്നുകിൽ നേരെ കടലിലേക്ക് നീന്താം, അല്ലെങ്കിൽ മണപ്പുറത്ത് കടല വിറ്റ് കിടക്കാം. ராஸ்கல், எங்க கண்ணு முன்னாடியே பவனத்தை கருதிட்டு போகலாம்னு பாக்குறியா? அடிங்கடா.